നമ്മുടെയൊക്കെ വിചാരം ഇങ്ങനത്തെ പാട്ട് പാടുന്ന ബോളിവുഡ് താരങ്ങൾ മാത്രമേ ഇന്ത്യയിലുള്ളൂ എന്നല്ലേ. പക്ഷെ അതല്ല കേട്ടോ. അതിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കുന്നതും അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഒരു അവസ്ഥ, മതേതരത്വം അല്ലെങ്കിൽ ഏതൊക്കെ ജനാധിപത്യം നിങ്ങൾ എന്ത് വേണമെങ്കിലും എടുത്തോ, ഇതിലൊക്കെ കുറച്ചും കൂടെ ഒരു വാല്യൂ കൊടുക്കുന്ന ഒരുപാട് താരങ്ങളും ഇന്ത്യയിലുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മുടെ മോദിജീനെ അങ്ങ് സ്റ്റേജിൽ ഇരുത്തി തന്നെ നമ്മുടെ ഐശ്വര്യ റായ് പറഞ്ഞിട്ടുള്ള കുറച്ച് വേർഡ്സ് ഉണ്ട്. അതായത് സത്യസായി ബാബയുടെ ശതാബ്ദി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നടത്തിയിരുന്ന പ്രോഗ്രാമിൽ നമ്മുടെ ഐശ്വര്യ റായ് പറഞ്ഞ കുറച്ച് വേർഡിങ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. പറയാൻ പ്രത്യേകിച്ച് കാരണമുണ്ട്. കാരണം നമ്മളിപ്പോൾ എവിടെ നോക്കിക്കഴിഞ്ഞാൽ, എവിടെ തിരിഞ്ഞു കഴിച്ചാലും മോദി ഹേ തോ മുംകിൻ ഹേ ഇത് മാത്രമേ നമുക്ക് കേൾക്കാനുള്ളൂ അല്ലേ. പ്രത്യേകിച്ച് ഒരു ബോളിവുഡ് സ്റ്റാർസിനെ നിങ്ങൾ ആര് വേണമെങ്കിലും എടുത്തോ, എവിടെ വേണമെങ്കിലും നിങ്ങൾ എടുത്തോ, ഏതെങ്കിലുമൊക്കെ ആൾക്കാർക്ക് ഏതെങ്കിലുമൊക്കെ ED കേസോ NIA കേസോ ഒക്കെ ഉണ്ടാവും. ആ കേസിൽ പെട്ടവരൊക്കെ മോദി ഹേ തോ മുംകിൻ ഹേ എന്നും പറഞ്ഞ് പാട്ടും പാടും. അതല്ലാതെ കുറേ അന്ധഭക്തരായിട്ടുള്ള നമ്മുടെ ഇന്നലെ കണ്ട പോലത്തെ ശില്പ ഷെട്ടിനെ പോലത്തെ അല്ലെങ്കിൽ എക്താ കപൂറിനെ പോലത്തെ, അതും അല്ലെങ്കിൽ ശിഖർ ധവനെ പോലത്തെ അങ്ങനത്തെ മറ്റ് കുറേ താരങ്ങളുണ്ട്. ഈ താരങ്ങൾ വന്നിട്ട് ഹിന്ദു രാജ്യമാക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഇന്ത്യയിൽ ഹിന്ദുത്വം വളരാൻ വേണ്ടിയിട്ടും ബാക്കിയുള്ള എല്ലാ നാനാ ജാതിക്കാരും ഇന്ത്യയിൽ നിന്ന് മാറിപ്പോകാൻ വേണ്ടിയിട്ടും അങ്ങനെ പല 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 ചിന്തകളോട് ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന കുറേ താരങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഇതിനൊക്കെ വ്യത്യസ്തമായിട്ട് ഐശ്വര്യ റായ് ഇന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. കുറച്ച് ഒരു 4 എന്താ പറയുക വേർഡിങ്സാണ് നമുക്ക് കേൾക്കാം. അതായത് നമ്മുടെ മോദിജീനെ സ്റ്റേജിൽ ഇരുത്തിയിട്ടാണ് ഇതൊക്കെ പറയുന്നത് ചിന്തിക്കണം. അതെന്തുകൊണ്ടാണ് മോദിജീനെ പറ്റി ഇത് ഇങ്ങനെ പറഞ്ഞത്? മോദിജി ഏത് സ്റ്റേജിൽ കയറി കഴിഞ്ഞാലും ഹിന്ദുക്കളുടെ എന്താ പറയുക മറ്റേ താലിമാല പൊട്ടിക്കുന്നത് മുസ്ലിങ്ങളാണ്, ഇവിടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ മക്കളെ പെറ്റുപെരുകി രാജ്യത്തിൻ്റെ മൊത്തം സമ്പത്ത് അടിച്ചെടുക്കുന്നത് മുസ്ലിങ്ങളാണ്, ഇതൊക്കെ പറഞ്ഞ മോദിജി ആണല്ലോ അല്ലേ. എല്ലാ സ്റ്റേജിൽ കയറിയിട്ട് ഇത് തിരിച്ചും മറച്ചും പറയുന്ന മോദിജീനെ തന്നെ സ്റ്റേജിൽ ഇരുത്തിയിട്ട് ഈ രാജ്യത്ത് ഉള്ള മതം ഏതാണ്, ഈ രാജ്യത്തെ ദൈവം ഏതാണ്, ഈ രാജ്യത്തെ മനുഷ്യന്മാരാരാണെന്നാണ് ഐശ്വര്യ റായ് പറയുന്നത്. നമുക്ക് കേൾക്കാം. There is only one caste, the caste of humanity. There is only one religion, the religion of love. There is only one language, the language of the heart. And there is only one God, and He is omnipresent. Sai Ram, Jai Hind. ഒരേ ഒരു ജാതി മാത്രമേ ഇന്ത്യയിലുള്ളൂ, ഒരേ ഒരു ജാതി മാത്രമേ ഈ ലോകത്തുള്ളൂ. അത് മാനവികതയുടെ ജാതിയാണ്. മതത്തെക്കുറിച്ച് പറഞ്ഞത് ഒരേ ഒരു മതം മാത്രമേ നമ്മുടെ ഈ ലോകത്തുള്ളൂ, അത് സ്നേഹത്തിൻ്റെ മതമാണ്. ഭാഷയെക്കുറിച്ച് പറഞ്ഞത് ഒരേ ഒരു ഭാഷ മാത്രമേ നമ്മുടെ ലോകത്തുള്ളൂ, അത് ഹൃദയത്തിൻ്റെ ഭാഷയാണ്. ദൈവത്തെക്കുറിച്ച് പറഞ്ഞത് ഒരേ ഒരു ദൈവമേ നമ്മുടെ ഈ ലോകത്തുള്ളൂ, അത് സർവ്വവ്യാപിയാണ്. ഇതായിരുന്നു എന്താ പറയുക ഐശ്വര്യ റായിയുടെ വേർഡിങ്സിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞത്. ഇത് നമ്മുടെ സ്റ്റേജാന്തരം മുസ്ലിം ഹിന്ദു എന്നും പറഞ്ഞ് നടക്കുന്ന മോദിജിനെ തന്നെ സ്റ്റേജിലിരുത്തി, അതും ഒരു ബോളിവുഡ് താരം, ബോളിവുഡിനെ മൊത്തം ഇന്ത്യയിലെ നമ്മൾ ഈ സൗത്ത് ഇന്ത്യ അങ്ങ് വിട്ട് കഴിഞ്ഞാൽ ബോളിവുഡിനെ മൊത്തം എഴുതി എടുത്തിട്ടുള്ള നമ്മുടെ RSS സംഘപരിവാർ BJP ആളുകൾ, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഗോദി മീഡിയ എന്നും പറഞ്ഞിട്ട് ഇന്ത്യയിലെ കംപ്ലീറ്റ് നാഷണൽ മീഡിയനെ ഹൈജാക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മീഡിയയുടെ കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ 56 ഇഞ്ചനും അല്ലെങ്കിൽ 56 ഇഞ്ചൻ്റെ പാർട്ടിക്കാർക്കും ഈ ഒരു വേർഡിങ്സ് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. ഇതിൻ്റെ താഴത്ത് വന്നിട്ട് അതല്ലെങ്കിൽ ഈ ഒരു പല ചാനലുകളിലും ഇത് വന്നിട്ടുണ്ട്, ഇതിൻ്റെയൊക്കെ താഴത്ത് വന്നിട്ടും എന്താ പറയുക ആൻറ്റി നാഷണലിസ്റ്റാണ്, അതാണ് ഇതാണ്, ഐശ്വര്യ റായ് ടെററിസ്റ്റാണ്, ഇതൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാരൊക്കെ കമൻ്റ് ഇടുന്നത് കണ്ടു. സത്യം പണ്ടല്ലോ ഈ സംഘികളുടെ ഒരു നിലവാരം നമുക്ക് അപ്പോഴാണ് അറിയാൻ പറ്റുക. അവരുടെ മനസ്സിലിരിപ്പ്, മനസ്സിലെ മനുഷ്യത്തെല്ലായ്മ, കുത്തിത്തിരിപ്പ്, കുന്നായ്മ, സകല ഐറ്റമും പുറത്തു വരും ഇങ്ങനത്തെ ഒരാൾക്കാർ ഇങ്ങനെ എന്തെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ. അതും അവരുടെ 56 ഇഞ്ചനെ ഈ പറഞ്ഞ സ്റ്റേജിൽ ഇരുത്തിയിട്ട്. നമ്മുടെ രാജ്യത്ത് നിന്ന് ഇപ്പോൾ നമ്മൾ 2014 മുമ്പ് ഉണ്ടായിരുന്ന ഒരു തരത്തിലുള്ള ഗുണങ്ങളും ഇല്ലാത്തൊരവസ്ഥയിലോട്ടാണ് നമ്മുടെ രാജ്യത്തിന് എത്തിച്ചിട്ടുള്ളത്. ആ അവസ്ഥയിലോട്ട് എത്തിച്ചവരാണ് ഈ പറഞ്ഞ ആളുകൾ എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇത്തരത്തിലുള്ള എത്ര സ്ട്രോങ് ആയിട്ടുള്ളെങ്കിൽ അത്രയും എന്താ പറയുക ബോൾഡായിട്ട് ഒരാൾ സംസാരിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, അത് നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന വേണം. എപ്പോഴും നമ്മൾ കുറ്റങ്ങളും കുറവുകളും മാത്രം കാണുന്ന ഇടക്കുന്ന് ഒരു നല്ലൊരു സാധനം വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ തീർച്ചയായിട്ടും അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാലമാണ്. കാരണം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു അല്ലേ, നമ്മുടെ രാജ്യത്തെ മുതിർന്ന
കുറേ റിട്ടയർഡ് സൈനികർ, റിട്ടയർഡ് IAS IPS ഓഫീസേഴ്സ്, റിട്ടയർഡ് ജഡ്ജിമാർ, അങ്ങനെ 273 സംഘപരിവാണങ്ങൾ എല്ലാം കൂടെ രാഹുൽ ഗാന്ധിനെ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള കത്തുകൾ നമ്മൾ കണ്ടു അല്ലേ. നമ്മുടെ നാട്ടിൽ നിന്ന് വരെ 2 ഈ പറഞ്ഞ വാണങ്ങൾ അതിലുണ്ട്. ഒന്ന് മലദ്വാർ ഗോൾഡിൻ്റെ അല്ലെങ്കിൽ മലദ്വാർ ഗോൾഡിൻ്റെ ഉപജ്ഞാതായിട്ടുള്ള മലദ്വാർ കുമാരനടക്കം ആ കൂട്ടത്തിലുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പം നമ്മുടെ നാട്ടിൽ വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള ആളുകൾ ഇത്തരത്തിലുള്ള വെറും ചാണകപ്പുഴുക്കളായിട്ട് മാറുമ്പോഴും അതേപോലത്തെ കുറേ ആൾക്കാർ തിരിച്ചും നമ്മുടെ നാട്ടിലുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. ഇനി എന്തൊക്കെയാണെങ്കിലും ഈ 273 ആൾക്കാർ കൊടുത്തിട്ടുള്ള ഈ പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ ആൾക്കാർ പല രീതിയിൽ എടുത്തിട്ടുണ്ട്. കുറേ പേര് അതിനെ ശക്തമായിട്ട് തന്നെ അതിനെതിരെ സംസാരിച്ചിട്ടുണ്ട്. ഇവന്മാരൊക്കെ എവിടെ പോയിരുന്നു, അല്ലെങ്കിൽ ഇവന്മാരൊക്കെ ഏത് രാജ്യത്താണ് ജീവിക്കുന്നത്, ഇനിയും ഈ രാജ്യത്ത് നടക്കുന്ന അവസ്ഥകളൊന്നും കണ്ടിട്ടും കണ്ണ് തുറക്കാണ്ട് വെറും ചാണകം കെട്ടി കണ്ണടച്ച ആളുകളാണോ എന്നുള്ള പല ചോദ്യങ്ങളും പല ഭാഗത്തുനിന്നും വരുന്നുണ്ട്. അക്കൂട്ടത്തിലാണ് ഇന്ന് ഇതേപോലത്തെ ഒരു വാർത്തയും കൂടി പുറത്തോട്ട് വന്നത്. വളരെ സന്തോഷം തോന്നിയത് കണ്ട സമയത്ത്. അപ്പം എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ രാജ്യത്ത് നിന്ന് ഇങ്ങനത്തെ 273 എണ്ണം അപ്പോൾ പുറത്തോട്ട് ചാടിയത് ഇതുപോലത്തെ സകല സംഗീസം ഉള്ളിൽ വെച്ചിട്ട് നടക്കുന്ന, അല്ലെങ്കിൽ ഈ സംഗീസം ഉള്ളിൽ വെച്ച് നടന്ന് ബാക്കിയുള്ള കയ്യിൽ നിന്ന് വലിയ എന്തോ സംഭവമാണെന്ന് ചിന്തിച്ച് നടക്കുന്ന ഒരു കൂട്ടം ഈ ചാണകപ്പുഴുക്കൾ എത്രയും പെട്ടെന്ന് പുറത്തോട്ട് ചാടണം. അവങ്ങന്മാരെ തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞ ആളുകൾ ഇതിലുണ്ട്, തിരിച്ചറിയാത്ത കുറേ ആളുകൾ ഇനിയും നമ്മുടെ ഒക്കെ കൂട്ടത്തിലുണ്ട്. നമ്മൾ വിചാരിക്കും വളരെ മതേതരനാണ്, നല്ല മനുഷ്യനാണെന്ന് വിചാരിച്ചാൽ ഉള്ളിൽ കൊടും ഭീകരതയിൽ കൊടും വർഗീയവാദം, തീവ്രവാദവും, അല്ലെങ്കിൽ ഇപ്പുറത്തിലുള്ള മുസ്ലിമെ ഇതാക്കണം, ക്രിസ്ത്യനെ ഒഴിവാക്കണം, ഹിന്ദുത്വ രാഷ്ട്രമാക്കണം ചിന്തിച്ച് നടക്കുന്ന ഒരുപാട് കൊടിയ വിഷയങ്ങൾ നമ്മുടെ ഒക്കെ ഇടയിലുണ്ട്. അത്തരത്തിലുള്ള എല്ലാ വിഷയങ്ങളും പുറത്തോട്ട് ചാടിക്കണം. ചാടിക്ക് തന്നെ വേണം. ചാടിച്ച് ഇവന്മാരെ തിരിച്ചറിഞ്ഞിട്ട് വേണം ഒരു മൂലക്കിലോട്ട് മാറ്റാൻ. അപ്പം ഇവന്മാർ പഠിക്കും നമ്മളെ രാജ്യത്ത് സംഖ്യകളെക്കാൾ കൂടുതൽ നല്ലവരായിട്ടുള്ള ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഉണ്ട് എന്നുള്ളത്. ഇതുപോലത്തെ ഐശ്വര്യ റായി സംസാരിച്ച പോലത്തെ ചിന്തകളുള്ള നല്ല ആളുകളുണ്ട്. ഹിന്ദുവിൻ്റെ വഴിക്ക് പോട്ടെ, ക്രിസ്ത്യൻ്റെ വഴിക്കും മുസ്ലിമിൻ്റെ വഴിക്കും എടുക്കട്ടെ. വിശ്വാസപരമായിട്ട് മറ്റുള്ള എല്ലാ തരത്തിലും മനുഷ്യത്വപരമായിട്ട് ഇവരൊക്കെ ഒരുമിച്ച് നിൽക്കട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും ബാക്കിയുണ്ട് എന്ന് നമ്മൾ മനസ്സിൽ വിചാരിക്കാം. അതല്ലാത്ത സകല പുഴുക്കളും ഒരേ ചാണകക്കുഴിയിൽ വീട് ചത്തുപോട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.